ഷഫീദ്, കനത്ത കാറ്റാണ്, കുട പറന്നു പോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ഷഫീദിന് അവിടെ നിന്ന് നൽകാൻ കഴിയും ഇപ്പോൾ? തെരച്ചിലിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഇവിടുത്തെ ഈ കാലാവസ്ഥ തന്നെയാണ്. കനത്ത കാറ്റ്, അതിനപ്പുറത്തേക്ക് ശക്തമായ മഴ. മുൻപ് നമ്മൾ പറയുന്നത് പോലെ സമാനമായ രീതിയിൽ തുള്ളിക്കൊരു കൂടം എന്ന രീതിയിൽ ഈ മേഖലയിൽ, ശിരൂർ മേഖലയിൽ മഴ പെയ്യുകയാണ്. ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം അത് ഈ പല മേഖലകളിലുമുണ്ട്. നമുക്ക് നേരത്തെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു പാലമാണ്. ഈ പാലത്തിനപ്പുറം ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. പൂർണ്ണമായും പുക നിറഞ്ഞിരിക്കുന്നു, മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു തരി പോലും നമുക്ക് വിസിബിലിറ്റി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഈ ശിരൂർ മേഖല, അതല്ലെങ്കിൽ ഈ അപകടം നടന്ന മേഖല മാറി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും വിജയകുമാർ, നേരത്തെ നമുക്ക് ആ ക്രെയിൻ വന്നത് അവിടെ ഈ വലിയ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്നടക്കം ക്ലാരിറ്റിയിൽ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഗംഗാവാലി പുഴയുടെ മുകൾ ഭാഗം മുഴുവൻ, നമുക്കിപ്പോൾ കണ്ണിൽ കാണുന്ന വിസിബിലിറ്റി ഭാഗം മുഴുവൻ മൂടൽ മഞ്ഞാൽ മൂടിയിരിക്കുന്നു. അങ്ങോട്ടേക്കുള്ള വിസിബിലിറ്റി മങ്ങിയിരിക്കുന്നു. അതേസമയം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് അല്പസമയം മുൻപ് പ്രദേശവാസികൾക്ക് പോലീസ് നൽകി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ട്രക്ക് ഉയർത്തുന്ന കാര്യം വലിയ തിരിച്ചടിയാകും. അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു തരത്തിലും നമുക്ക് ഈ തിരച്ചിൽ അതല്ലെങ്കിൽ ഈ ആഴത്തിലേക്ക് ചെന്ന് ഈ ട്രക്കിനെ ഉയർത്താനുള്ളൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം വരുന്നുണ്ട്. വിജയകുമാർ, ഏതായാലും കഴിഞ്ഞ ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി മുതൽ നീണ്ട പരിശോധനയ്ക്കൊടുവിലായിരുന്നു വൈകിട്ട് ഏതാണ്ട് 3:30 ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് സംബന്ധിച്ചുള്ള സൂചന ആദ്യം സൈന്യവും പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഈ കർണാടക മന്ത്രി അടക്കമുള്ള ആളുകൾ നൽകിയത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തിരച്ചിലിൻ്റെ തടസ്സം അതിവിടെ നേരിടുന്നുണ്ട്. നമുക്കൊരു തരത്തിലും ഇവിടുത്തെ കാറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ മഴ അതിനെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അതിജീവിക്കാൻ കഴിയില്ല. ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ശക്തമായ കാറ്റ് വീശുകയാണ്. അതുതന്നെയാണ് ഈ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡങ്കി ബോട്ടുകളിൽ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഡിങ്കി ബോട്ടുകളിൽ പോകാൻ പറ്റുന്നില്ല എന്നവർ നേരത്തെ തന്നെ കൺഫേം ചെയ്തു. ഏതായാലും ഇപ്പോൾ കർവാറിലെ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് വലിയ തരത്തിലുള്ള യോഗം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തിരച്ചിലിനൊടുവിൽ യോഗം ചേരുന്നുണ്ട്. അവർക്കും ഈ സ്ഥലത്തേക്ക് കൂടുതൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ്. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശമാകെ വലിയ മഴ, അതിനൊപ്പം കാറ്റ് ഇതടക്കം ഉണ്ടാകുന്നു. അതാണ് ഈ തിരച്ചിലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സേഫസ്റ്റ് പ്ലേസിലാണ്. പക്ഷേ അവിടെയും നമുക്കങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. കാരണം വലിയ മഴയാണ്, കാറ്റാണ്, നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ